വല്ലാത്ത രാഷ്ട്രീയ ശ്രദ്ധ വന്നിട്ടുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ജയസാധ്യത ഉണ്ടെന്നാണ് ടി.ജി കഴിഞ്ഞ 2 തവണ പറഞ്ഞത്. അവസാന റൗണ്ടിൽ 24 മണിക്കൂർ ഇനിയില്ല. ആ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ആ സാധ്യത ഇപ്പോൾ വീണ്ടും നിലനിൽക്കുന്നു. വീണ്ടും? കാരണം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതിൽ നിന്ന് ആ സാധ്യത ഒന്ന് താഴെ പോയിട്ട് പിന്നെ വീണ്ടും മുകളിലേക്ക് കയറി വന്നു. ഈ താഴെ പോകാനും വീണ്ടും കയറാനും എന്താ കാര്യം? അല്ല, അത് ഈ ഓരോ സിറ്റുവേഷൻ മാറുമ്പോഴുണ്ടല്ലോ, ദിവസങ്ങൾ കൊണ്ട് മൂഡ് മാറും ആൾക്കാരുടെ. ഇപ്പം ഈ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന ആളുകളുടെ ഒരു മൂഡാണ്, ആ ഒരു ട്രെൻഡ്. അത് നിലനിർത്തി കൊണ്ടുപോകാൻ ആർക്ക് സാധിക്കുമോ? അതിൽ LDF തേർഡായിപ്പോയി. ഇനി അവർക്കത് കവർ ചെയ്യാൻ പറ്റില്ല. അവരിപ്പോൾ തന്നെ കേസ് കൊടുക്കുന്ന കാര്യം പറയുന്നത്. 3-ാം സ്ഥാനത്താണ്. കേസ് കൊടുക്കുന്നു എന്ന് പറയുന്നത് അവരിപ്പോൾ അറ്റംപ്റ്റ് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി കളക്ടറേറ്റ് മാർച്ച് നടക്കുന്നു. ഇപ്പോൾ അത് വാസ്തവത്തിൽ ഉണ്ടല്ലോ, അത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ജനസംഘത്തിൻ്റെ കാലത്ത് തന്നെ ഞങ്ങൾ ഈ ബൈഠക്ക് ഉണ്ടാകും കൂട്ടായിട്ട്, BJP, BMS, വിശ്വ ഹിന്ദു പരിഷത്ത് ഒക്കെ. അതിൽ മാരാർജി, മൂന്നേട്ടൻ, രാമപിള്ള സാറ് ഒക്കെ പങ്കെടുക്കുന്ന ആ സമയം. അപ്പോൾ അന്ന് ഞാൻ ഈ ആശയം മുന്നോട്ട് വെച്ചിരുന്നു. എപ്പോഴും നമ്മൾ തോക്കുന്നത് ഉദുമ, മഞ്ചേശ്വരം തുടങ്ങിയ സ്ഥലത്ത്, പ്രത്യേകിച്ച് മാരാർജി, 2000 വോട്ട് 3000 വോട്ടിനാണ്. ഈ 2000 വോട്ട് മറിക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1000 കൗണ്ടർ വോട്ടുകളാണ്. അതിന് 2000ൻ്റെ എഫക്റ്റ് ഉണ്ടാകും. 1000 പേരെ പെർമനൻ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് ഉദുമയിലോ മഞ്ചേശ്വരത്തോ അഡ്രസ്സുള്ളവരാക്കി മാറ്റുക. എന്നെപ്പോലെ കോർ വോട്ടർമാർ എന്ത് വന്നാലും BJPക്ക് വോട്ട് ചെയ്യുന്നുള്ളവർ, ആര് നിന്നാലും BJPക്ക് വോട്ട് ചെയ്യുന്നുള്ളവർ, ഇങ്ങനെയുള്ള 1000 പേരുടെ വോട്ട് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് പെർമനൻ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് ഉദുമയിലേക്കോ മഞ്ചേശ്വരത്തേക്കോ മാറ്റുക. ഇവിടുത്തെ വോട്ട് ക്യാൻസൽ ചെയ്യുക. അത് നിയമപരമാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. 2 സ്ഥലത്ത് വോട്ടുണ്ടാകുകയും 2 സ്ഥലത്ത് വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് നിയമവിരുദ്ധമാകുന്നത്. ഇൻഫാക്റ്റ് 2 സ്ഥലത്തെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ വന്നു എന്നുള്ളത് പോലും ഒരു കുറ്റമല്ല. പക്ഷേ 2 സ്ഥലത്ത് വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ കുറ്റമാകും, വോട്ട് ചെയ്താലും കുറ്റമാകും. ശ്രമിച്ചാൽ തന്നെ ആളുകളെ പറിച്ച് നട്ട് വോട്ടുണ്ടാക്കുന്ന പരിപാടി മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അതിൽ തെറ്റില്ല. കാരണം ജനാധിപത്യത്തിലെ ഒരു ടെക്നിക്കാണത്. എന്തുകൊണ്ടാണ് BJP കേരളത്തിൽ ഏകദേശം ഒരു 15% വോട്ട് BJPക്ക് ഉറപ്പാണല്ലോ. 10-12 അവരുടെ കോർ വോട്ടുകളാണ്, 10-12%. ബാക്കി ഫ്ലോട്ടിംഗ് വോട്ടുകളാണ്. അത് ചിലപ്പോൾ 20 വരെയൊക്കെ പോകാം. എന്നിട്ടും ഒരു സീറ്റ് കിട്ടാതെ BJP നിൽക്കുന്നതിൻ്റെ കാര്യം എന്താ? BJPയുടെ വോട്ട് സ്പ്രെഡായി കിടക്കുകയാണ്. BJPയേക്കാൾ വോട്ടിംഗ് ശതമാനം UDF ആയതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. എന്നാലും മുസ്ലിം ലീഗിന് BJPയേക്കാൾ വോട്ട് കുറവാണ്. പക്ഷേ സീറ്റ് എത്ര കൂടുതൽ കിട്ടുന്നു? അവരുടേത് കോൺസെൻട്രേറ്റഡാണ് മലപ്പുറം. പിന്നെ ചില പോക്കറ്റ്സ് മലപ്പുറത്തിന് പുറത്തും. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥിതി. കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിങ്ങളുടെ വോട്ടർമാരുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടന്നാൽ നിങ്ങളുടെ പെർസെൻറ്റേജ് കൂടുതലായിരിക്കും, പക്ഷേ സീറ്റ് കിട്ടുകയില്ല. ഇത് പ്രാക്ടിക്കലാണോ? 1000 പേരെ മാറ്റി പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവരുടെ എല്ലാ ചിലവുകളും നമ്മൾ വഹിക്കേണ്ടി വരും. എന്തിന്? നിങ്ങൾ പെർമനൻ്റ് അഡ്രസ്സ് ഉദുമയിലാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നെയ്യാറ്റിൻകരയിൽ ജോലി ചെയ്യാൻ തടസ്സമില്ല, നിങ്ങൾക്ക് എറണാകുളത്ത് താമസിക്കാൻ തടസ്സമില്ല. നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ്, അപ്പോൾ അവിടെ ഒരു വീട് വേണ്ടേ? ഇപ്പോൾ വടയാർ സുനിലിന് ഒരു പെർമനൻ്റ്, അത് നിങ്ങളുടെ അമ്മാവിൻ്റെ വീടാകാം, സുഹൃത്തിൻ്റെ വീടാകാം. ഇതൊക്കെ നിയമത്തിൽ അനുവദനീയമാണ്. എൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് ഇരിക്കുന്ന വീട് എൻ്റെ സ്വന്തമാകണമെന്നില്ല. എൻ്റെ സഹോദരന്മാരും കൂടെ അതിൻ്റെ അവകാശികളായിരിക്കും. പക്ഷേ എൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് അവിടെയാണ്. ഞാൻ ജോലിയുടെ ആവശ്യത്തിനായിട്ട് തിരുവനന്തപുരത്ത് പോയി താമസിക്കുന്നു, അപ്പോഴും എൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് എൻ്റെ വില്ലേജിലാണ്. ഞാൻ അമേരിക്കയിൽ പോകുന്നു, എൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് പഴയ വില്ലേജിലാണ്. സുനിലിൻ്റെ അഡ്രസ്സ് തലയോലപ്പറമ്പിലെ ഒരു പെർമനൻ്റ് അഡ്രസ്സായി. അങ്ങനെ തന്നെയാണ്. എറണാകുളത്ത് സുനിൽ താമസിക്കുന്നു, ജോലി സംബന്ധമായിട്ട് സൗകര്യം എറണാകുളത്താണ്. ഇത് ലെജിറ്റിമേറ്റ് ആണ്, ലീഗലി പെർമിറ്റഡ് ആണ്. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? ഇത് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുക. അന്ന് ഞാൻ
പൊതുവേ ഇതിനകത്ത് ജൂനിയറാണ്. അപ്പോൾ ഒരു ആള് വില കല്ല് വില ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കൗതുകത്തോടെ ആ ബൈഠക്കിൽ എല്ലാവരും കേൾക്കും ഒരു ചെറുപ്പക്കാരൻ്റെ അഭിപ്രായം. ആ കൊള്ളാം, ഓക്കെ, നെക്സ്റ്റ്, അടുത്ത ആൾ പറയും, ഇങ്ങനെ അങ്ങ് പോകും. പിന്നെ 1-2 തവണ കഴിഞ്ഞപ്പോൾ ഞാനിത് നിർത്തി. അപ്പോൾ ഇത് BJP ഇന്ന് വരെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കാലത്തൊക്കെ ചെയ്തിരുന്നു. എൻ്റെ അറിവിൽ സുരേഷ് ഗോപി തൃശ്ശൂർ ഇത് ചെയ്തിരുന്നു. അതാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം കൂടാനുള്ള ഒരു കാരണം. ജയിക്കാനുള്ള കാരണം അതല്ല. ജയിക്കാൻ അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ജയിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിജയം ഒരുപക്ഷെ ഒരു 30-35,000-ൽ ഒതുങ്ങിയതിനെ ഈ ജോലി ചെയ്തില്ലായിരുന്നെങ്കിൽ. ബാക്കി ഈ ത്രസ്റ്റ് വന്നത് ഈ വോട്ടർമാരെ കൊണ്ടുവന്ന് തൃശ്ശൂർ പെർമനൻറ്റ് റെസിഡൻ്റ് ആക്കിയിട്ട് ആൾക്കാരെ ചേർത്തത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. എനിക്കിതിൻ്റെ കയ്യിൽ തെളിവോ സംഗതിയോ ഒന്നുമില്ല, നിരീക്ഷണങ്ങൾ മാത്രമാണ്. അപ്പോൾ ദിസ് കുഡ് ഹാവ് ബീൻ ഡൺ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ് ഈ പാലക്കാട്ടെ ഇരട്ട വോട്ട് എന്നൊക്കെ പറയുന്നത്. പാലക്കാട് ജില്ലാ പ്രസിഡൻറ്റ്, BJP ജില്ലാ പ്രസിഡൻറ്റ് നോക്കും, ബോൾഡായിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ട്. ഞാൻ പക്ഷേ ഇപ്പോൾ BJPയുടെ ജില്ലാ കാര്യാലയത്തിൻ്റെ അഡ്രസ്സ് കൊടുത്ത് വോട്ടർ പട്ടികയിൽ ചേർന്നതാണ്. ഇവിടെയാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ എൻ്റെ വോട്ട് ക്യാൻസൽ ചെയ്യാൻ ഞാൻ എഴുതി കൊടുത്തു. ഔദ്യോഗികമായിട്ട് അവർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും, അയാൾ തന്നിട്ടുണ്ട്, ഞങ്ങളത് അപ്ഡേറ്റ് ചെയ്തില്ല. കാരണം അവിടെ അദ്ദേഹത്തിൻ്റെ മറ്റേ വോട്ടിൻ്റെ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അതുകൊണ്ട് പട്ടിക പുതുക്കുമ്പോൾ ഈ ക്യാൻസലേഷൻ എല്ലാം അതിൽ കയറി വന്നോളും. അല്ല, ഞാനിപ്പോൾ ആലോചിക്കരുത്. ഇപ്പോൾ TG ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പിന് അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്തൊരു അലിഗേഷൻ അതായിരിക്കും. അല്ല, അലിഗേഷൻ എന്താ അതിൽ? അലിഗേഷൻ എന്താ? യു ക്യാൻ ഡൂ ദാറ്റ് വെൻ യുവർ ഡിസ്ട്രിബ്യൂട്ടർ. ഇതാണ് നമ്മളുടെ യോഗിയുടെ മെസ്സേജ്. എന്താ? ബട്ടയെങ്കെ തോ കട്ടയെങ്കെ. നിങ്ങൾ വിഭജിച്ച് കിടന്നാൽ നിങ്ങളുടെ തല വെട്ടിപ്പോവും. നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ, ഒന്നിച്ച് നിൽക്കുന്നത് വോട്ട് ചെയ്യാൻ, അത് ആരെങ്കിലും തലയാണോ പുള്ളി പറഞ്ഞിരിക്കുന്നത്? വോട്ട് ചെയ്യുന്നത് ഒന്നിച്ച് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ വിഭജിച്ച് പോകും, തല വെട്ടിപ്പോകും നിങ്ങളുടെ. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ഈ BJPയുടെ ഈ ജില്ലാ പ്രസിഡൻറ്റ് ഇത് ബോൾഡായിട്ട് അഡ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കിയത് ദേ ഹാവ് ഡൺ ദിസ് ഓപ്പറേഷൻ ഇൻ പാലക്കാട് ഓൾസോ. പാലക്കാട് കൂടുതൽ വോട്ടർമാരെ ചേർത്ത്. ഒരുപക്ഷെ അതായിരിക്കും CPM-ൻ്റെ ഇപ്പോൾ ജാഥയും കേസ് കൊടുക്കുമെന്നുള്ള ഒരു പ്രസ്താവനയൊക്കെ വന്നു. അവരുടെ കേസ് ഹൈക്കോടതിയുടെ തിണ്ണയിൽ തന്നെ തോറ്റുപോകും. ഈ ഇരട്ട വോട്ട് ഒരു ഇല്ലീഗൽ സാധനമല്ല. ആളുകൾക്ക് വോട്ടിങ്ങിനെ പറ്റി പല തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങൾക്ക് 2 സ്ഥലത്ത് വോട്ടുള്ളത് യാതൊരു തെറ്റുമല്ല. നിങ്ങൾ ഏതെങ്കിലും ഒന്നേ എക്സർസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നിയമം. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ വോട്ടർ പട്ടികയിലൊക്കെ ചേർന്ന് കാണും. 6 മാസത്തേക്ക് മദ്രാസിൽ പോയി, അപ്പോൾ അവിടെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് തോന്നി, അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് ചേരാം, വോട്ടും ചെയ്യാം. പക്ഷേ അതേസമയം കേരളത്തിലും ഒന്ന് വോട്ട് ചെയ്യരുത്. 2-ലേതെങ്കിലും ഒരു സ്ഥലത്തേ വോട്ട് ചെയ്യാവുള്ളൂ. മാത്രമല്ല, ഇവിടുത്തെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു ഇൻറ്റിമേഷൻ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുകയും വേണം. ഇത് ലൈവാക്കി നിർത്തരുത്. അറ്റ്ലീസ്റ്റ് യുവർ ആപ്ലിക്കേഷൻ മസ്റ്റ് ബി ഫയൽ ദെയർ. അവരത് വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ക്യാൻസൽ ചെയ്തോളും. അല്ല, ഇത് കിട്ടിയ പാട് അപ്പം തന്നെ വോട്ടർ പട്ടിക എടുത്ത് അയാളെ വിട്ട് അങ്ങനെ സമ്പ്രദായമില്ല. അവർക്ക് അവരുടെ പീരിയോഡിക് റിന്യൂവൽ ഓഫ് വോട്ടർ പട്ടികയുണ്ട്. ആ സമയത്ത് അവരത് ചെയ്തോളും. നിങ്ങൾക്ക് 10 ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങരുതോ? അതുപോലെയാണ് വോട്ടർ പട്ടിക. വ്യത്യാസം ഇതേ ഉള്ളൂ. വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും ഒന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാങ്ക് അക്കൗണ്ടിൽ 10 നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ BJP ജില്ലാ പ്രസിഡൻറ്റ് എനിക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ട്. ഇത്തവണ ഞാൻ മറ്റത് ക്യാൻസൽ ചെയ്യാൻ ഞാൻ എഴുതി കൊടുത്തു. അവരത് പുതുക്കിയില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെയ്യാൻ പോകുന്നത് BJP ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് അഡ്രസ്സ് വെച്ചിട്ടാണ് വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്നത്. പുള്ളി പറഞ്ഞു, പ്രാക്ടിക്കലി ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരും, ഉപതെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത് നമുക്കറിയാമല്ലോ ഇത് 6 മാസത്തിനുള്ളിൽ വരുമെന്ന്. അപ്പോൾ തന്നെ ഞാനിവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. അപ്പോൾ എനിക്കിവിടെ വോട്ടില്ല. ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പോയി വോട്ട് ചെയ്യുന്ന എന്ത് പരിപാടി? അതുകൊണ്ട് ഞാനിവിടെ വോട്ടർ പട്ടികയിൽ ചേർന്നു. ദാറ്റ് ഈസ് ലെജിറ്റിമേറ്റ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരിപാടി ഒരു പക്ഷേ BJP ചെയ്തിരിക്കണം നിശ്ചയമായിട്ട്.
അതവർക്ക് അനുകൂലമായിട്ട് വരും. അതിൽ തെറ്റുമില്ല. ഇതിലൊന്നും അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് ഇരട്ട വോട്ട് എന്ന് പേടിക്കേണ്ട കാര്യമില്ല. ഇരട്ട വോട്ട് ചെയ്താലേ പ്രശ്നമുള്ളൂ. ഇരട്ട വോട്ട് ചെയ്തോ അത് പ്രശ്നമാണ്. പക്ഷേ ഇരട്ട വോട്ടുണ്ട്, ഒരെണ്ണം ക്യാൻസൽ ചെയ്യാൻ ആപ്ലിക്കേഷനും ഉണ്ടെങ്കിൽ യു ആർ സേഫ്, അതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ വീണ്ടും ടി ജി ഉറപ്പിച്ച് പറയുന്നു പാലക്കാട് BJP ജയിക്കും. പാലക്കാട് ഇപ്പോഴും കൃഷ്ണകുമാറിന് ഒരു അപ്പർ ഹാൻഡുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നോക്കിക്കോളൂ. ഒരു സ്ഥാനാർത്ഥിയുടെ ശരീരഭാഷ, ഒരു വെപ്രാളവും വേവലാതിയും കാണിക്കുന്നത് സരിനാണ്. വെപ്രാളമുണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടുന്നത് രാഹുലാണ്. വെപ്രാളമേ ഇല്ലാതെ ഇറ്റ് ഈസ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ കൃഷ്ണകുമാറാണ്. ഈ 3 പേരുടെയും ശരീരഭാഷ കാണിച്ചുകൊണ്ട് ഇന്നലെ ഒരു പ്രോഗ്രാം, അത് ഏത് ചാനലാണെന്ന് ഞാൻ ഓർക്കണില്ല, മനോരമയോ മാതൃഭൂമിയോ ആണ് ചെയ്തത്. 3 പേരുടെയും ശരീരഭാഷ അനലൈസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ സരിൻ്റെ തൊണ്ട പോയി ആകെ വഷളായി. കാരണം പുള്ളി പറഞ്ഞു, ഞാൻ പൊതുവേ ഉറക്കെ സംസാരിക്കുന്നവനാണ്, അങ്ങനെ ഉറക്കെ സംസാരിച്ച് ഇതിൻ്റെ ഒച്ച പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു, അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ റിപ്പോർട്ടർ പറയുകയാണ് കുഴപ്പമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. എന്ന് വെച്ചാൽ വയസ്സായ പോലെയല്ല, നടന്നും വെയിൽ കൊണ്ടും പിടിച്ചു നോക്കിയത് രാഹുലിന് അത്ര പരിചയമുള്ളൊരു ഏരിയയില്ല. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ തളർന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കൊണ്ട് നടക്കുകയാണ് എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പ് വരെ എത്തുന്നത്. കൃഷ്ണകുമാറിനോട് ചോദിച്ചു കഴിയുമ്പോൾ കൃഷ്ണകുമാറിൻ്റെ വെയിറ്റും ഒരല്പം വയറും കുറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. അപ്പോൾ പുള്ളി പറഞ്ഞു, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഭംഗിയായിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ, ഒരു സദ്യ തന്നെ തയ്യാറാക്കാം നമുക്ക് എന്ന് കൂടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അത് വിജയാഹ്ലാദത്തിൻ്റെ സദ്യയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൂളായിട്ട്. അപ്പോൾ ഈ 3 പേരുടെ ശരീരഭാഷ വെച്ച് വരെ അനാലിസിസ് നടന്നു കഴിഞ്ഞ് വേറെ തൊഴിലൊന്നുമില്ല, ആകെ ഒരു തിരഞ്ഞെടുപ്പേ ഉള്ളൂ. അതുകൊണ്ട് 24 മണിക്കൂറും അവിടെ ചെയ്യാം. അപ്പോൾ ഇതിൽ കോൺഫിഡൻസും കൃഷ്ണകുമാറിനാണ്. ഹീ ഈസ് നോട്ട് പെർട്ടർബ്ഡ് ബൈ എനി സോർട്ട് ഓഫ് കോൺട്രവേഴ്സി ഓർ എനിത്തിങ്. അനാവശ്യമായിട്ട് വാക്ക് തർക്കത്തിനോ ബഹളത്തിനോ ഒന്നും പോയിട്ടില്ല. വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിട്ടിട്ടില്ല. കോൺസെൻട്രേറ്റഡ് ആയിട്ട് വോട്ട് ചെയ്യിക്കുക. BJP അഥവാ പാലക്കാട് തോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം BJPയുടെ ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന ഒരേർപ്പാടുണ്ട്. അതിൽ വീഴ്ച വന്നാൽ BJPക്ക് പരാജയം സംഭവിക്കാം. BJPക്കാരുടെ ഒരു സ്വഭാവം അതാണ്. ഈ വലിയ ചേട്ടന്മാർ അവർ വോട്ട് ചെയ്യാൻ പോവില്ല. അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വാജ്പേയിയുടെ പൂർണ്ണകായ ഫോട്ടോ അത് ഇതൊക്കെ ഉണ്ടാകും. സുനിലിന് ചായ തരും, ഉപ്പുമാവും പഴവും ഒക്കെ തരും. പക്ഷേ ഈ ചേട്ടന് വോട്ട് ചെയ്യാൻ പോവില്ല. വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ ആരെങ്കിലും തള്ളണം. ചേട്ടാ ഇങ്ങനെ ഇരുന്നാൽ പോരാ, എടാ ഞാൻ വരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ തന്നെ അതൊന്നുമല്ല ചേട്ടൻ വന്നേ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയാലേ ചേട്ടൻ പോവുകയുള്ളൂ. കാരണം ചേട്ടൻ്റെ ഒരു മനോഭാവം അതാണ്, ഞാനിങ്ങനെ വീട്ടിലിരുന്നാൽ മതി, പിള്ളേരെല്ലാം കൂടെ അങ്ങ് ചെയ്ത് അങ്ങനെ ശരിയായിക്കോളും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വഭാവക്കാർ BJP മാത്രമല്ല എല്ലാ പാർട്ടിയിലും. BJP വോട്ടുകൾ മുഴുവൻ വീണാൽ ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. BJP വോട്ട് ചെയ്യിക്കുന്ന ഒരു സമ്പ്രദായം BJPയിൽ അധികം ഇല്ലായിരുന്നു. ഇപ്പം അടുത്ത കാലത്താണ് അത് ഉണ്ടായി വരുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ച ആൾ ബൂത്ത് വരെ വന്ന് വോട്ട് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. അപ്പോൾ അത് ബുദ്ധിമുട്ടിക്കണം. അതിന് വണ്ടി കൊടുക്കുക, വെള്ളം കൊടുക്കുക, എന്തെങ്കിലും ബൂത്തിൻ്റെ അടുത്ത് വരെ നിങ്ങൾക്ക് വണ്ടിയിൽ കൊണ്ടുപോകാൻ ആൾക്കാർ, ബൂത്തിൻ്റെ പ്രദേശത്തേക്ക് കയറാൻ പാടില്ലെന്നേ ഉള്ളൂ. ഈ അറേഞ്ച്മെൻറ്റ് ചെയ്ത് മാക്സിമം ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം. ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടല്ലോ, LDFും UDFും അല്ല BJPയുടെ ശത്രുക്കൾ. LDF ഇപ്പോൾ പിണറായി വിജയൻ പുള്ളി രഹസ്യമായിട്ട് പുള്ളിയുടെ അടുപ്പക്കാരോട് ചർച്ച ചെയ്യുമ്പോൾ പറയും, എന്ത് നാടാണ് ഇതിന് മാത്രം മരിക്കാൻ, ഒരു പാലക്കാട് കിട്ടിയില്ല എന്ന് ചോദിക്കുക. അതല്ലെങ്കിൽ തന്നെ ഷാഫി പറമ്പലിൻ്റെ കയ്യിലായിരുന്നു. നമുക്കെന്ത് വരാൻ പാലക്കാട് കിട്ടിയില്ലെങ്കിൽ? പോട്ടെ എന്ന് ചോദിക്കുന്നത്, ഇതിന് മാത്രം ജീവൻ കളയേണ്ട കാര്യമൊന്നുമില്ല, ഇത്രയധികം താന്നു കൊടുക്കേണ്ട കാര്യമില്ല, ഒരു ഡീലിനും പോകേണ്ട കാര്യമില്ല, നീ തൻ്റെ ഇടയായിട്ട് നിൽക്കുക. 99 സീറ്റ് പിണറായി വിജയൻ്റെ ഉണ്ടെങ്കിൽ എന്ത് ഞൊട്ടാൻ പോവുക ഇവർ? ഒന്നുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും നമ്മൾ പ്രതിപക്ഷത്താണ്. ഇപ്പോൾ പാലക്കാട് കിട്ടിയെന്ന് വിചാരിച്ച് നമുക്ക് ഭരണമൊന്നും കിട്ടാൻ പോണില്ല. പാലക്കാട് തോറ്റു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല.
ഒരു സീറ്റ് കുറഞ്ഞു ശരി കുറഞ്ഞു, ഏതായാലും തോറ്റ് നിൽക്കുകയല്ലേ. ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലല്ലേ നിർണായകമായ ഫൈറ്റ് വരുന്നത്. അപ്പം ഇതുകൊണ്ട് ഈ രണ്ട് പേർക്കും ഈ പറയുന്ന മാതിരി വലിയ ടെൻഷനൊന്നുമില്ല. ബി ജെ പിക്ക് അങ്ങനെയില്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസൻസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇപ്പോൾ ഈ എൽ ഡി എഫിനോ യു ഡി എഫിനോ ഇത്ര വാശി ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ആർക്കാ ബി ജെ പിയെ തോൽപ്പിക്കാൻ വാശി? കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങൾക്കാണ്. ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും വിഷം കഴിക്കുന്നത് മാധ്യമത്തിലെ ചില പ്രവർത്തകരായിരിക്കും. അവരുടെ പേര് ഞാൻ പറയുന്നത് മോശമല്ലേ, ഞാൻ പറയാതെ തന്നെ കേൾക്കുന്നവർക്കെല്ലാം അറിയാം ആരൊക്കെയാണ്. അവരാണ് ഈ വെപ്രാളം കാണിക്കുന്നത് മുഴുവൻ. ഇതിൻ്റെ 10-1 വെപ്രാളം പിണറായി വിജയനുമില്ല, കെ സുധാകരനുമില്ല. ബി ജെ പിക്ക് ആ വെപ്രാളമുണ്ട്. അത് മനസ്സിലാക്കാവുന്നതാണ്. കാരണം അവർക്കൊരു സീറ്റ്, ആകെ ഒരു നിയമം സീറ്റ് ഉണ്ടായിരുന്നു, അത് പോയി. അപ്പോൾ ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് കേരള നിയമസഭയിൽ കിട്ടുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നോബൽ സമ്മാനം കിട്ടുന്ന പോലെ. അതുകൊണ്ട് അവർ മരിച്ച് പണിയെടുക്കുന്നു. ലാസ്റ്റ് മിനിറ്റിൽ ഈ ഒരു ജോലി ചെയ്യണമെന്നാണ് എനിക്ക് ബി ജെ പിക്കാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾക്കൊക്കെ അവിടെയൊക്കെ നമ്മുടെ വോട്ടാണ് ചേട്ടാ എന്ന് പറഞ്ഞിരിക്കരുത്. അവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യുക. അത് നിങ്ങളുടെ വോട്ട് തന്നെയാണ്, പക്ഷേ അത് ബൂത്തിലെത്തണം. പ്രത്യേകിച്ചും അല്പം വയസ്സായവരുടെ അവരാണ് ഈ അവിടം വരെ വെയിലുണ്ട്. അല്ലെങ്കിൽ കൃഷ്ണകുമാർ ജയിക്കുമ്പോൾ അവൻ ദൈവാനുഗ്രഹമുള്ളവനാടി എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കില്ല, ഊട്ടിയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യിക്കണം. അങ്ങനെ ചെയ്താൽ കൃഷ്ണകുമാർ വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ കൃഷ്ണകുമാർ കപ്പടിക്കട്ടെ. ഈ ഡിസ്ക്ലൈമറുണ്ട് കേട്ടോ, ഈ പറഞ്ഞ പോലെ മുഴുവൻ വോട്ടുകളും ചെയ്യിക്കണം. കാരണം ഡേഞ്ചർ ഈസ് ഡേഞ്ചർ. നമ്മൾ യാഥാർത്ഥ്യം കാണാതെ വെച്ചാൽ അങ്ങോട്ട് സ്വപ്നം കൃഷ്ണകുമാർ സിന്ദാബാദ് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അവിടെ ബി ജെ പിക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്. അതാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ആ കാര്യത്തിൽ പല സ്ഥലത്തും ബി ജെ പി പുറകോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വോട്ടിംഗ് ദിനത്തിലെ ആക്ടിവിറ്റിയിൽ. ഏതായാലും ബി ജെ പിയുടെ പ്രവർത്തകർ ഇത് കേൾക്കട്ടെ. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.